ഈ SNDP യോഗം രജിസ്റ്റർ ചെയ്യണത് 1903 കമ്പനി എന്നുള്ള രീതിയിൽ അന്ന് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് കമ്പനീസ് ആക്ട് ആണ് പിന്നെ അതിനെ ഗവേൺ ചെയ്യണ നിയമം എന്നുള്ള രീതിയിൽ വന്നത്. ഇന്നും നമുക്ക് കമ്പനീസ് ആക്ട് വെച്ചിട്ട് നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളും സംഘങ്ങളും രജിസ്റ്റർ ചെയ്യാം. രണ്ട് രീതികളിലാണ് അവർക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ വന്നത്. ഒന്നാമത്തെ 164(2) നമുക്കൊരു കോർപ്പറേറ്റ് ഓർഗനൈസേഷനിൽ അതിൻ്റെ ഡയറക്ടർ ആവണമെങ്കിൽ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ അതിൻ്റെ ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആവണമെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് ഉണ്ടാവേണ്ട ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പറാണ് ഈ ഡിൻ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഡിൻ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു റൂള് നമുക്കിപ്പോൾ ഇവിടെ ഒരു നിയമമോ ചട്ടമോ നമുക്കിവിടെ നിലവിലില്ല. ഡിൻ ഇഷ്യൂ ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റിന് നിലവിൽ നിയമം ഇല്ലാത്തടത്തോളം അല്ലെങ്കിൽ ചട്ടം ഇല്ലാത്തടത്തോളം കാലം ഇവർക്ക് ഡിൻ കിട്ടില്ല. ഈ ഡിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം ഈ വിധിന്യായത്തിന്റെ പുറത്ത് ഇനി അവർക്ക് തൽക്കാലം പുറത്ത് നിൽക്കൽ തന്നെ മാർഗമുള്ളൂ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കമ്പനീസ് ആക്ടിലെ ചട്ടങ്ങൾ ലംഘിച്ചതിന് ഹൈക്കോടതി അയോഗ്യനാക്കിയ ആ സംഭവത്തെക്കുറിച്ചാണ് മണിമേസ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ബിജോ എം പോലോസ് നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം. നമസ്കാരം. ഈ വെള്ളാപ്പള്ളി നടേശനടക്കം SNDP യോഗത്തിൻ്റെ 4 ഡയറക്ടർമാരെ അയോഗ്യരാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. അത് കമ്പനീസ് ആക്ടിലെ ചട്ടങ്ങൾ ലംഘിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എൻ്റെ സംശയം ഇതാണ്, SNDP യോഗം പോലൊരു സമുദായ സംഘടന, അതും കമ്പനീസ് ആക്ട്, എന്താണ് അത് തമ്മിലുള്ള ബന്ധം? സമുദായ സംഘടന എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഈ ലാഭത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകൾ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ NGO എന്നൊക്കെ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും, ക്ലബ്ബുകൾ അല്ലെങ്കിൽ അസോസിയേഷനുകൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ അതിനുള്ള നിയമമുണ്ട്. സെക്ഷൻ 8 കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള കമ്പനികൾ നമുക്കുണ്ട്. ഈ യോഗം, ഈ SNDP യോഗം രജിസ്റ്റർ ചെയ്യണത് 1903 1903 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നത്തുള്ള ഒരു നിയമങ്ങളും അന്നില്ല. ഈ SNDP യോഗം അന്ന് രജിസ്റ്റർ ചെയ്യണത് ട്രാവൻകൂർ റെഗുലേഷൻസ് നമ്പർ 1 1963 ട്രാവൻകൂർ റെഗുലേഷൻസ് നമ്പർ 1 എന്ന് പറയുന്ന ആ ഒരു നിയമസംഹിത വെച്ചിട്ടാണ് അത് കൊല്ലവർഷം എന്ന് വെച്ചാൽ 1888 അത്. നമ്മളുടെ ഇപ്പോഴത്തെ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 1888 അത് വെച്ചിട്ടാണ് അന്ന് അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യയുടേതായ നിയമങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അത്തരത്തിൽ മുമ്പുണ്ടായിരുന്ന ഈ നാട്ടുരാജ്യങ്ങളുടെ നിയമങ്ങൾ, നമ്മൾ അതായത് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർന്ന എല്ലാ നാട്ടുരാജ്യങ്ങളുടെ നിയമങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് നിയമങ്ങളിലേക്ക് ഡീം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ മെർജ് ചെയ്യപ്പെട്ടു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കമ്പനി എന്നുള്ള രീതിയിൽ അന്ന് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് കമ്പനീസ് ആക്ട് ആണ് പിന്നെ അതിനെ ഗവേൺ ചെയ്യണ ഒരു നിയമം എന്നുള്ള രീതിയിൽ വന്നത്. പക്ഷെ അതിനുശേഷം വീണ്ടും കേരളത്തിൽ ഒരു നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് 1961 കേരളം സ്വന്തമായിട്ട് നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവന്നു. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് ഒരു സ്റ്റേറ്റിൻ്റെ നിയമത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രിൻസിലി സ്റ്റേറ്റിൻ്റെ നിയമത്തിൻ്റെ ഭാഗമായിട്ടായതുകൊണ്ട് ഇതിൻ്റെ എക്സിസ്റ്റൻസ് സ്റ്റേറ്റ് നിയമത്തിനനുസരിച്ചും അതിനുശേഷം ഇതിൻ്റെ ഗവേണൻസ് യൂണിയൻ നിയമത്തിനനുസരിച്ചിട്ടുമാണ് പോകുന്നതെന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഈ കേസ് തന്നെ ഇത്രയും നൂലാമാലകളിൽ പെട്ടത്. അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വന്ന് 1956 കമ്പനീസ് ആക്ട് റിപ്പീൽ ചെയ്തിട്ട് 2013 കമ്പനീസ് ആക്ട് വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 1956 കമ്പനീസ് ആക്ടിൻ്റെ അകത്ത് വരുന്ന സെക്ഷനുകളുടെ എല്ലാം ആപ്ലിക്കേഷൻ ഇതിലേക്ക് മാറിയപ്പോഴത്തേക്ക് ഇതിന് 2015 കമ്പനീസ് ആക്ടിൻ്റെ ആപ്ലിക്കേഷൻ വന്നു. അപ്പോൾ ഇത് എല്ലാം കൂടി കുഴഞ്ഞൊരു പ്രശ്നമാണ് സത്യത്തിൽ. അപ്പം ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ, എങ്ങനെയാണ് കമ്പനീസ് ആക്ട് ഈ SNDP യോഗത്തിന് ബാധകമാവുക എന്ന് ചോദിച്ചാൽ, ഇന്നും നമുക്ക് കമ്പനീസ് ആക്ട് വെച്ചിട്ട് നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളും സംഘങ്ങളും രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഇതിന് ആപ്ലിക്കബിൾ ആയതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത് തുടങ്ങിയ സമയത്ത് പഴയ നാട്ടുരാജ്യങ്ങളിലെ നിയമം അനുസരിച്ചിട്ട് കമ്പനി ആയിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം കമ്പനീസ് ആക്ട് നമ്മളുടെ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ് നമ്മൾ രാജ്യം കമ്പനീസ് ആക്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിലേക്കും സ്റ്റേറ്റ് ഒരു കമ്പനി നിയമം, നോൺ ട്രേഡിംഗ് ആണെങ്കിലും ഒരു കമ്പനി നിയമം കൊണ്ടുവന്നപ്പോൾ അതും ഇതെല്ലാം കൂടി ഇതിന് ബാധകമായി വരുന്ന ഒരു പ്രത്യേക സിറ്റുവേഷൻ ഇതിൻ്റെ അകത്ത് കയറി വന്നു. അതായത് ഈ കമ്പനിയുടെ ഡയറക്ടർമാരാണ് ഇതിൻ്റെ ഭരണ ചുമതലകൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി ആയിരുന്നതും അതുപോലെ തന്നെ മറ്റ് ആളുകൾ വന്നതും. അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഹൈക്കോടതി ഇവരുടെ ഒരു അയോഗ്യത കണ്ടെത്തിയിരിക്കുന്നത് കമ്പനീസ് ആക്ടിലെ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. ഏതൊക്കെ ചട്ടങ്ങളാണ് ഇവർ ലംഘിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്? അതായത് ഈ കമ്പനി എന്ന് പറയുന്നത് ഒരു നൈയാമിക വ്യക്തിയാണ്, ലീഗൽ പേഴ്സൺ അല്ലെങ്കിൽ ജുറിഡിക്കൽ പേഴ്സൺ എന്ന് പറയാവുന്ന, അതായത് നിയമം അനുസരിച്ച് നമ്മളെ ഒരു വ്യക്തി എന്ന പോലെ തന്നെ
സ്വന്തമായിട്ടൊരു എക്സിസ്റ്റൻസ് ഉള്ളൊരു സ്ഥാപനമാണ്, വ്യക്തിയാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. അതിൻ്റെ നടത്തിപ്പുകാരാണ് ഡയറക്ടേഴ്സ്. അതായത് ഈ കമ്പനി എന്ന് പറയുന്നത് ജീവനില്ലാത്തൊരു സംഭവമായതുകൊണ്ട് അത് നടത്തണമെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാർ വേണം. അതാണ് അതിൻ്റെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയറക്ടേഴ്സ് ആവശ്യം പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം പൊതുജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ സമൂഹത്തിന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കേണ്ടത്. അത് നടത്താൻ ഏൽപ്പിക്കുന്നവർക്ക് ആവശ്യം വേണ്ട കുറച്ച് യോഗ്യതകളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൽ പാലിക്കപ്പെടേണ്ട 2 കാര്യങ്ങൾ, 2 രീതികളിലാണ് അവർക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ വന്നത്. ഒന്നാമത്തെ 164(2) കമ്പനീസ് ആക്ടിൻ്റെ 164(2) സെക്ഷൻ അനുസരിച്ചിട്ടുള്ള വയലേഷനാണ് അവർ നടത്തിയത്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനി ഒരു വർഷം ഫയൽ ചെയ്യേണ്ട ആനുവൽ റിട്ടേണുകളിൽ 2 റിട്ടേൺ ഉണ്ട്. ഒന്ന് അതിൻ്റെ അക്കൗണ്ട്സ്, ഫൈനൽ അക്കൗണ്ട്സ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിൻ്റെ അനക്ഷേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വർഷത്തിലൊരിക്കൽ ഫയൽ ചെയ്യണം. അതുകൂടാതെ ആനുവൽ റിട്ടേൺ ഈ കമ്പനിയെ പറ്റിയുള്ള അതിൻ്റെ ഡയറക്ടർമാർ ആരൊക്കെയാണ്, 5% കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, അത്തരത്തിലുള്ള കുറേ വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആനുവൽ റിട്ടേൺ, ഈ 2 സംഭവങ്ങളും എല്ലാ വർഷവും ഫയൽ ചെയ്യേണ്ടതാണ് ഒരു കമ്പനി. അങ്ങനെ ഫയൽ ചെയ്യേണ്ട ഈ 2 റിട്ടേണുകൾ തുടർച്ചയായി 3 വർഷം ഫയൽ ചെയ്യാതിരുന്നാൽ ആ കമ്പനിയുടെ ഡയറക്ടേഴ്സ്, അതായത് അതൊരു വലിയ ഡിഫോൾട്ടാണ്, ആ ഡിഫോൾട്ട് വരുത്തിയ ഡയറക്ടേഴ്സ് ഡിസ്ക്വാളിഫൈഡ് ആവും. ഡയറക്ടറായിട്ടിരിക്കാൻ അവർ ഡിസ്ക്വാളിഫൈഡ് ആവും. അതാണ് ഈ 164(2) ഡിസ്ക്വാളിഫിക്കേഷൻ. ഇനി രണ്ടാമത്തെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് എനിക്ക് മനസ്സിലായത്, ഡിൻ ഒബ്റ്റെയിൻ ചെയ്തിട്ടില്ല. ഇവർക്ക് ഒരു വാലിഡ് ഡിൻ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ഡിൻ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. ഈ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൽ നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആയതെന്നാണ് ഇതിൽ ഞാൻ ഇന്നലെ വാർത്തകളിൽ നിന്ന് ഇത് നമ്മുടെ വിധിന്യായത്തിൽ നിന്ന് വായിച്ചതിൽ നിന്ന് മനസ്സിലായി. ഈ 2 കാരണങ്ങളാണ് ഇവരെ ഇപ്പോൾ ഡിസ്ക്വാളിഫൈ ആക്കിയേക്കുന്നത്. ഇപ്പോൾ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ്റെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ ആനുവൽ റിട്ടേൺ 3 വർഷമായി ഫയൽ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ ഒന്നാം കക്ഷിയായിട്ട് വന്നിരിക്കുന്നത്, പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് SNDP തന്നെയാണ്, SNDP യോഗം തന്നെയാണ്. അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന രീതിയിലാണ് ഈ കേസിൽ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനത്തിനെതിരെ നടപടി ഉണ്ടാകണമല്ലോ, ഡയറക്ടർമാർക്കെതിരെ മാത്രമല്ലല്ലോ നടപടി ഉണ്ടാവേണ്ടത്. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ജൂറിഡിക്കൽ പേഴ്സൺ അല്ലെങ്കിൽ ലീഗൽ നൈയാമിക വ്യക്തിയാണ് ഒരു കമ്പനി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കമ്പനിക്കെതിരെ ഒരു കേസ് വരുന്നത്. കമ്പനിക്കെതിരെ അതിൻ്റെ നടത്തിപ്പുകാരായ ഡയറക്ടർമാർക്കെതിരെ വേറെ വേറെ കേസുകളാണത്. കമ്പനി ഞാൻ മനസ്സിലാക്കണ അനുസരിച്ച് ഒരു 2020 ഒരു റെഗുലറൈസേഷൻ സ്കീം, ആംനെസ്റ്റി സ്കീം എന്നൊക്കെ പറയും. അതായത് കുറേ അധികം കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഫയലിങ്ങുകൾ മുടങ്ങിക്കിടന്ന കമ്പനികളുടെ ഫയലിംഗ് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഗവൺമെൻറ് കൊടുത്തിരുന്നു. ആ സമയത്ത് ഈ SNDP യോഗത്തിൻ്റെ ഈ മുടങ്ങിക്കിടന്ന അക്കൗണ്ടുകൾ അന്ന് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫയൽ ചെയ്യുന്നതോടുകൂടി കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ ഡിഫോൾട്ട് ക്ലിയറായി. പക്ഷേ അപ്പോഴും ഈ ഡിഫോൾട്ട് വരുത്തി ഡയറക്ടർമാരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ അവിടെ ഇല്ലാതെ ആവുന്നില്ല. കമ്പനിക്കാണ് അതിൽ നിന്ന് ഇമ്മ്യൂണിറ്റി കിട്ടണം, ഈ ഡയറക്ടർമാർക്ക് അതിൽ നിന്ന് ഇമ്മ്യൂണിറ്റി കിട്ടില്ല. അതുകൊണ്ടാണ് ഇവരിപ്പോഴും ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു കാര്യത്തിൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാരണത്തിലേക്ക് വരാം. ഡിൻ നമ്പർ ഉണ്ടായിരുന്നില്ല ഇവർക്ക്, 4 ഡയറക്ടർമാർക്ക് ഡിൻ നമ്പർ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഈ ഡിൻ നമ്പർ എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? അതായത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ ആൾക്ക് പെർമനന്റ് അക്കൗണ്ട് നമ്പർ, പാൻ എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു GST രജിസ്ട്രേഷൻ ഉള്ള ഒരാൾക്കാണെങ്കിൽ GSTIN, GSTയുടെ രജിസ്ട്രേഷൻ നമ്പറാണത്. എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു കോർപ്പറേറ്റ് ഓർഗനൈസേഷനിൽ അതിൻ്റെ ഡയറക്ടർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ അതിൻ്റെ ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആവണമെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് ഉണ്ടാവേണ്ട ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പറാണ് ഈ ഡിൻ എന്ന് പറയുന്നത്, ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. അതാണ് DIN, ഡിൻ. ഇത് നമ്മൾ ഈ കമ്പനിയിൽ ഡയറക്ടർ ആവാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ ഇത് അപ്ലൈ ചെയ്ത് എടുക്കുകയും, വൺസ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു നമ്പറാണ്. നമുക്ക് ഏത് കമ്പനിയിൽ ഡയറക്ടർ ആവണമെങ്കിലും, ഏത് LLPയിൽ ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആവണമെങ്കിലും അപ്പോൾ ആദ്യമായിട്ട് നമ്മളിത് ഒബ്റ്റെയിൻ ചെയ്ത് ഈ ഡിൻ നമ്പർ തന്നെ തുടർന്ന് നമുക്ക് ഉപയോഗിക്കാം. ഡിൻ ഇമ്പോർട്ടൻ്റ് ആവണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് ഒരേ ഒരു ഡിന്നാണ് ഒരാൾക്ക് ഒരു ലൈഫ് ടൈമിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ, അതാണ് നിയമം. അത് അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒത്തിരി കമ്പനി ഫ്രോഡുകൾ ഈ ഡിൻ സിസ്റ്റം ഒക്കെ വരുന്നതിന് മുമ്പ് ഒരാൾ ഒരു കമ്പനിയിൽ ഡയറക്ടറാവും, വേറൊരു കമ്പനിയിൽ ഡയറക്ടറാവും. ഇദ്ദേഹം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഡയറക്ടറായിട്ട് തട്ടിപ്പുകൾ നടത്തുന്നതിനെ ഒന്നും കണ്ടുപിടിക്കാനോ പിൻ ചെയ്യാനൊന്നും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെന്താ മാർഗം?
ഇദ്ദേഹം ഒന്നിൽ കൂടുതൽ കമ്പനികളിലുണ്ടോ അല്ലെങ്കിൽ അനുവദനീയമായ പരിധിയിൽ കൂടുതലുള്ള കമ്പനികളിലുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനൊരു കൺട്രോൾ നമ്പർ വേണം. അങ്ങനെയാണ് ഈ DIN നമ്പർ എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ DINന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതാണ്. ഈ കമ്പനിയിൽ നിയമപരമായിട്ട് തന്നെ കമ്പനിയിൽ ഡയറക്ടറായിട്ട് ഇരിക്കണമെങ്കിൽ DIN നിർബന്ധമാണ്. അപ്പോൾ ഈ DIN ഇല്ല എന്നുള്ള ഒറ്റ കാരണം മതി അയാൾ ഡിസ്ക്വാളിഫൈഡ് ആവാൻ. ഇപ്പോൾ ഈ DIN അനുവദിക്കേണ്ട ഏജൻസി ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ വിധിന്യായത്തിൽ പറയുന്നത് സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന DIN ഇല്ലാത്തത് കൊണ്ടാണ് ഈ അയോഗ്യരാക്കപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ സംസ്ഥാന സർക്കാർ DIN അനുവദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് റീഅപ്പോയിൻമെന്റ് കൊടുക്കാം എന്ന തരത്തിലും കോടതി പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം? അത് വളരെ രസകരമായ ഒരു കാര്യമാണത്. അതായത് ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ടേക്കണത് ഒരു കേരള ആക്ട് അല്ലെങ്കിൽ കേരളം ഉണ്ടാകുന്നതിന് സ്വതന്ത്ര ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു ആക്ട് വെച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കണത് ഒരു സ്റ്റേറ്റ് ആക്ട് അല്ലെങ്കിൽ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആക്ട് വെച്ചിട്ടാണ്. പക്ഷേ അതിനുശേഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പോൾ ഇത് ഗവേൺ ചെയ്യപ്പെടണത് ഈ സ്ഥാപനത്തിന്റെ ഗവേണൻസ് നടന്നു പോകുന്നത് യൂണിയൻ ആക്ട് വെച്ചിട്ടാണ്. യൂണിയൻ ആക്ടിലെ റിക്വയർമെന്റ് ആണ് DIN എന്നുള്ളത്. പക്ഷെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് ഒരു സ്റ്റേറ്റ് ആക്ട് വെച്ചായതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന DIN ഇതിൽ വേണമെന്നാണ് ആ വിധിന്യായത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. സ്റ്റേറ്റ് ആക്ട് വെച്ച് ഒരു DIN കിട്ടണമെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ അത് പ്രാക്ടിക്കൽ അല്ല. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റിന് DIN ഇഷ്യൂ ചെയ്യാനുള്ള ഒരു റൂള് നമുക്കിപ്പോൾ ഇവിടെ ഒരു നിയമമോ ചട്ടമോ നമുക്കിവിടെ നിലവിലില്ല. നമ്മളുടെ ഈ നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് അനുസരിച്ചിട്ട് ഒരു DIN ഇഷ്യൂ ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇല്ല. അതായത് 1961 രൂപീകരിച്ച നിയമത്തിൽ പോലും അതിനുള്ള വ്യവസ്ഥയില്ല. ഇല്ല. അല്ല, ഈ 56 നിയമത്തിലും ആദ്യ കാലഘട്ടങ്ങളിൽ DIN എന്നുള്ളൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് പല കോർപ്പറേറ്റ് ഫ്രോഡുകളൊക്കെ നാട്ടിൽ നടന്ന് അതിനെ എങ്ങനെ പ്ലഗ് ചെയ്യാം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഈ മോഡേൺ കമ്പനീസ് ആക്ടിൽ DIN എന്ന് പറയുന്ന സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ DIN ഇഷ്യൂ ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റിന് നിലവിൽ നിയമമില്ലാത്തടത്തോളം അല്ലെങ്കിൽ ചട്ടമില്ലാത്തടത്തോളം കാലം ഇവർക്ക് DIN കിട്ടില്ല. അപ്പോൾ ഈ കോടതി സ്പെസിഫിക് ആയിട്ട് DIN വേണമെന്ന് പറയുമ്പോഴത്തേക്കും അവർ പരാജയപ്പെട്ടു പോകണം. അവിടെയാണ് അവർക്ക് DIN ഇഷ്യൂ ചെയ്യാൻ, അവർക്ക് DIN സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഒരു പക്ഷേ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ യോഗത്തിന്റെ നേതാക്കന്മാരായിട്ടിരിക്കുന്നവരൊന്നും DIN ഇല്ലാത്തവരായിരിക്കില്ല. യൂണിയൻ ലോ അനുസരിച്ചിട്ടുള്ള DIN അവർക്ക് ഉണ്ടാവും. കാരണം അവർ പലതരം പ്രസ്ഥാനങ്ങൾ നടത്തുന്നവരാണ്. അവർ വലിയ വലിയ ബിസിനസ് മാഗ്നറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ അവർക്ക് ഒബ്വിയസ്ലി അവർക്ക് DIN ഉണ്ടാവും. പക്ഷെ ആ DIN ഈ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ആ വിധിന്യായത്തിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. DIN ഇഷ്യൂഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ DIN ഇഷ്യൂഡ് അണ്ടർ കേരള ആക്ട് എന്ന് പറയുന്നുണ്ട്. കേരള ആക്ട് എന്ന് പറയുന്നത് ഈ 1961 ഈ നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് ആണ്. അപ്പൊ അതനുസരിച്ച് ഒരു DIN സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം ഈ ഡിസ്ക്വാളിഫിക്കേഷൻ തുടരാനാണ് സാധ്യത. അതായത് ഉടനെ ഒന്നും SNDP യോഗത്തിന്റെ നേതൃത്വത്തിലേക്ക് ഇവർക്ക് തിരിച്ചെത്താൻ കഴിയില്ല. അല്ല, അതിൽ ഈ ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ ഉണ്ടല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ 164(2) ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഡിസ്ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ 5 വർഷത്തിന് ശേഷമാണ് അവർക്ക് വീണ്ടും ഏതെങ്കിലും ഒരു കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യപ്പെടാനോ ഈ പുറത്തായ കമ്പനിയിൽ റീഅപ്പോയിന്റ് ചെയ്യപ്പെടാനോ പറ്റുള്ളൂ. 164ന്റെ ക്രക്സ് എന്ന് പറയുന്നത് അതാണ്. അപ്പോയിന്റ്മെന്റോ റീഅപ്പോയിന്റ്മെന്റ്, വേറെ പുതിയൊരു കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യപ്പെടാനോ ഈ നിലവിലുണ്ടായിരുന്ന പുറത്താക്കപ്പെട്ട കമ്പനിയിൽ റീഅപ്പോയിന്റ് ചെയ്യപ്പെടാനോ 5 വർഷം കാത്തിരിക്കണം. അപ്പോൾ ആ ഒരു പോയിന്റ് വെച്ചിട്ട് അവർക്ക് തിരിച്ചു കയറാൻ പറ്റിയാൽ പോലും ഈ DIN പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം ഈ വിധിന്യായത്തിന്റെ പുറത്ത് ഇനി അവർക്ക് തൽക്കാലം പുറത്ത് നിൽക്കൽ തന്നെ മാർഗമുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ള നിയമ നടപടികൾ, ഇപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണല്ലോ. ഇനിയിപ്പോൾ ഡിവിഷൻ ബെഞ്ചിന് അവിടെ ചെല്ലുമ്പോഴത്തേക്കും അത് സ്റ്റേറ്റ് ആക്ട്, നമ്മളത് ഒരു സബ്ജുഡീസ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും സംഭവിക്കാവുന്ന ഒരു കാര്യം അതാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ആക്ടിന് അങ്ങനെ ഒരു DIN ഇഷ്യൂ ചെയ്യാനുള്ള റൂൾ അല്ലെങ്കിൽ പ്രൊസീജിയർ ഇല്ലാത്തിടത്തോളം സെൻട്രൽ ആക്ടിന്റെ DIN മതി എന്ന് പറഞ്ഞാൽ അവർക്ക് അത് കൊടുക്കാനും രക്ഷപ്പെടാനും സാധിക്കുമായിരിക്കും. അത് പക്ഷേ അത് അന്ന് ആ വാദം കേൾക്കുന്ന ഡിവിഷൻ ബെഞ്ചിന്റെയോ അല്ലെങ്കിൽ ഹയർ കോർട്സിന്റെയോ താല്പര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും അതിൽ വരിക. ഇപ്പോൾ DINന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് പുറത്താക്കപ്പെട്ടവർ പലരും മറ്റ് കമ്പനികളുടെ ചുമതലയിലിരിക്കുന്ന ആളുകളാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സെൻട്രൽ ആക്ട് അനുസരിച്ചുള്ള DIN കൈവശം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവരെ ഈ അയോഗ്യരാക്കുമ്പോൾ അവർ നിലവിലുള്ള കമ്പനികളുടെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ട ആവശ്യം വരുന്നുണ്ടോ നിയമപരമായി? ഇല്ല. അതായത് നമ്മൾ ഈ ഒരു കാരണം കൊണ്ട് ഡിസ്ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ, ഈ ഒരു കമ്പനിയുടെ ഡയറക്ടർഷിപ്പിൽ നിന്ന് ആ ആനുവൽ റിട്ടേൺസോ അക്കൗണ്ട്സോ ഫയൽ ചെയ്തില്ല എന്നുള്ള കാരണം കൊണ്ട് ഡിസ്ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നിന്ന് ക്വിറ്റ് ചെയ്താൽ മതി. മറ്റ് കമ്പനികളിൽ നിന്ന് ക്വിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
മറ്റ് കമ്പനികളിൽ അവർക്ക് തുടരാം. പക്ഷേ അവിടെയും റീഅപ്പോയിൻമെൻറ്റ് ചെയ്യപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ റൊട്ടേഷൻ ബേസിൽ എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ റിസൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എക്സ്പെൽ ഔട്ടായിട്ട് വീണ്ടും റീഅപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ റീഅപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. റീഅപ്പോയിൻമെൻറ്റ് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അല്ലെങ്കിൽ പുതിയൊരു കമ്പനിയിൽ അപ്പോയിൻമെൻറ്റും പോസിബിൾ അല്ല. ഒരു കമ്പനിയുടെ ഡയറക്ടർ ആയിരിക്കാനുള്ള യോഗ്യതകൾ അതെന്തൊക്കെയാണ്? കമ്പനിയുടെ ഡയറക്ടറായിരിക്കാനുള്ള യോഗ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെച്യൂരിറ്റി, ഏജ് ഓഫ് മെച്യൂരിറ്റി, 18 വയസ്സ് തികഞ്ഞിരിക്കണം. രണ്ടാമത്തത് ഡിൻ ഉണ്ടായിരിക്കണം. അത് ഈ ഡിൻ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് ഡിൻ അപ്ലൈ ചെയ്ത് കിട്ടി ഡിൻ കൊടുക്കുകയല്ല ചെയ്യണേ. ഈ ഡയറക്ടർ ആവാനുള്ള പ്രൊസീജിയറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡിന്നും അപ്ലൈ ചെയ്ത് വാങ്ങുകയാണ് ഇപ്പോഴത്തെ നടപടിക്രമം. പണ്ട് നമുക്ക് ഡിൻ അപ്ലൈ ചെയ്ത് വാങ്ങാമായിരുന്നു, ഇപ്പോൾ അങ്ങനെയില്ല. ഇപ്പോൾ നമ്മൾ ആ ഡയറക്ടർ ആവാനുള്ള പ്രോസസ്സിനൊപ്പമാണ് ഡിന്നിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഇൻസോൾവൻ്റ് ആയിരിക്കരുത് ആള് സാമ്പത്തികമായിട്ട് ഇൻസോൾവൻസി പ്രൊസീഡിങ്സ് പോയി അങ്ങനെ ഇൻസോൾവൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ട ഒരാളായിരിക്കരുത്. അതുപോലെ അൺസൗണ്ട് മൈൻഡ് ആയിരിക്കരുത് ആൾക്ക്. അതായത് പൂർണ്ണമായ മാനസിക ആരോഗ്യമുള്ള ഒരാളായിരിക്കണം. പിന്നെ ഈ മോറൽ ടർപ്പിറ്റ്യൂഡ് ഇൻവോൾവ് ആയിട്ടുള്ള കേസുകൾ, ഈ സദാചാരവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസുകളിൽ പെട്ട് കൺവിക്റ്റ് ചെയ്യപ്പെടുകയോ 6 മാസത്തിൽ കൂടുതൽ ഇംപ്രിസൺമെൻറ്റ് അനുഭവിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളും അതിൽ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഇപ്പോൾ വിധിയിൽ പറഞ്ഞത് അനുസരിച്ചിട്ടാണെങ്കിൽ ഇവർക്ക് ഡിൻ അനുവദിക്കപ്പെട്ടാൽ അവർക്ക് ഈ ഇതേ സ്ഥാനത്തേക്ക് തന്നെ റീഅപ്പോയിൻമെൻറ്റ് സാധ്യമാണോ? അവിടെയും ഒരു കോംപ്ലിക്കേഷൻ കിടക്കുന്നത്, ഇവർ ഈ അക്കൗണ്ട്സ് ഫയൽ ചെയ്യാത്തതിൻ്റെ പേരിൽ ഉള്ള ഡിസ്ക്വാളിഫിക്കേഷൻ, അതിപ്പോൾ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ആണ്. ഇപ്പോൾ റെഗുലറൈസേഷന് ശേഷം ഇപ്പോൾ അത് കൃത്യമായിട്ട് ഫയൽ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ ശ്രീജിത്തിൻ്റെ ക്വസ്റ്റിന് ഒരു കറക്റ്റ് ആൻസർ പറയണമെങ്കിൽ ഇപ്പോഴത്തെ അതിൻ്റെ ഫയലിംഗ് പൊസിഷൻ എന്താണെന്ന്, അതായത് ഇപ്പോൾ കമ്പനി ഡിഫോൾട്ടഡ് കമ്പനി അല്ല, ഇവർ ഡിഫോൾട്ടർ ആയത് വിത്ത് എഫക്ട് ഫ്രം വിച്ച് ഡേറ്റ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. 10 വർഷത്തെ കണക്കാണ് പറയുന്നത്. അപ്പോൾ ഈ വൺസ് ഈ 164(2) വെച്ചിട്ട് ഇവർ ഡിസ്ക്വാളിഫൈ ആയ ഡേറ്റ് എന്നാണോ അന്ന് മുതൽ 5 വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർക്ക് ഡിൻ, ഈ കേരള ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടൊരു ഡിൻ സിസ്റ്റം കൊണ്ടുവരികയും ആ ഡിൻ അല്ലെങ്കിൽ ആ ഡിൻ കോടതി അംഗീകരിക്കുകയും ചെയ്താൽ ഇവർക്ക് തിരിച്ചു വരാൻ പറ്റും. പക്ഷെ അതൊരു വളരെ കണ്ടീഷൻസ് നിറഞ്ഞൊരു സൊല്യൂഷനാണ്. അതെനിക്ക് എത്രത്തോളം അവർക്ക് പ്രാക്ടിക്കൽ ആവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ 164(2) വെച്ചിട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ്റെ എഫക്റ്റീവ് ഡേറ്റ് എന്നായിരുന്നു എന്നുള്ളത് വെച്ചാൽ അത് കഴിഞ്ഞിപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കലി തീർന്നിട്ടുണ്ടാവും. ഈ വിധിന്യായത്തിൻ്റെ അന്നാണ് ഇവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു നിയമപ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി 5 കൊല്ലം അവർക്ക് കാത്തിരിക്കണം. ഇനി അങ്ങനെയല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം ഈ നിയമം അനുസരിച്ച് 164(2) പറയണത് എന്നാണോ ഡിഫോൾട്ട് തുടങ്ങണേ, ആ 3 years ഡിഫോൾട്ട് സ്റ്റാർട്ട് ചെയ്യണം അന്ന് മുതലാണ് ഡിസ്ക്വാളിഫിക്കേഷൻ. അതിനുശേഷം സബ്സിക്വൻ്റ്ലി ഈ കമ്പനി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്കത് ലീഗലി ഫൈറ്റ് ചെയ്ത് റെഗുലറൈസ് ചെയ്യാൻ പറ്റേണ്ടതാണ്. അപ്പോൾ ഈ ഡിന്നിൻ്റെ പ്രശ്നം ഉറപ്പായിട്ടും നിൽപ്പുണ്ട്. കാരണം ആസ് ഓഫ് നോ അവർക്ക് ഡിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഡിന്നില്ല, അങ്ങനെ ഒരു ഡിന്നില്ല. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത അല്ലെങ്കിൽ സ്റ്റേറ്റ് ആക്ട് വെച്ച് ഇഷ്യൂ ചെയ്ത ഒരു ഡിൻ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം അവർ പുറത്ത് തന്നെ നിൽക്കേണ്ടി വരും. ഇപ്പോൾ ആ അയോഗ്യത ലിഫ്റ്റ് ആയി കഴിഞ്ഞാൽ, അതായത് 164(2)ൽ ഈ ആനുവൽ അക്കൗണ്ട്സും റിപ്പോർട്ട്സും റിട്ടേൺസും ഫയൽ ചെയ്യാത്തതിൻ്റെ അയോഗ്യത ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഡിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ അന്ന് തിരിച്ചു കയറാൻ പറ്റേണ്ടതാണ്. അപ്പോൾ ഈ വിധിന്യായത്തിൽ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ഡിൻ എന്ന് പറയുന്ന അതൊരു പ്രശ്നമാണ്. അപ്പോൾ അത് ഒന്നുകിൽ നിയമപരമായിട്ട് അതിനെ മറികടക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉടനെ ഡിൻ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു നടപടി ഉണ്ടാവണം. അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിൻ്റെ അകത്ത് ഉണ്ട്. ലീഗൽ കോംപ്ലിക്കേഷൻസ് ഇതിൻ്റെ അകത്ത് വളരെ വലുതാണ്. അപ്പോൾ അത് എത്രത്തോളം ഈസി ആയിട്ട് ഇനിയിപ്പോൾ ഇതിൽ പറ്റാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല തരത്തിലുള്ള പഠനങ്ങൾ നടത്തുകയും ഗവൺമെൻറ്റിന് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് നിയമോപദേശം തേടുകയും അതൊക്കെ അനുസരിച്ചിട്ട് വേണ്ടി വരുമല്ലോ. അപ്പോൾ ഇത് കാരണം ഇത്തരത്തിലൊരു വിധി ഇവർ പ്രതീക്ഷിച്ചിരുന്നതാണോ അല്ലോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിധിയാണ് വായിച്ചിടത്തോളം തോന്നുന്നത്. അപ്പോൾ ഇതിൽ ഞാനിതിൻ്റെ അത് ജനറലായിട്ട് ഇപ്പോൾ SNDP യോഗം അതിനെയൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞാൽ നമ്മൾ വളരെയധികം ആളുകൾ, എൻ്റർപ്രണേഴ്സ് നമ്മുടെ നാട്ടിൽ ഒത്തിരി കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതായത് സ്റ്റാർട്ടപ്പുകളായിട്ടും പുതിയ എൻ്റർപ്രണേഴ്സായിട്ടും ഒത്തിരി കമ്പനികൾ നമ്മുടെ നാട്ടിൽ ഫോം ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് ഫോം ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ്, അത് 1 person കമ്പനി ഉണ്ട്, LLP ഉണ്ട്. ഈ പറഞ്ഞ LLP കുറച്ച് ലിബറലൈസ്ഡ് ആണ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി.
ഇനി അതല്ലാതെ ചാരിറ്റി, നമ്മൾ എണ്ണമറ്റ ചാരിറ്റി ഓർഗനൈസേഷൻസ് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്തും ഈ പറഞ്ഞ പോലെ ധാരാളം കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇത്തരം കാര്യങ്ങൾ. ഇതിലെല്ലാം നമ്മൾ കൃത്യമായിട്ടുള്ള ലീഗൽ ഒപ്പീനിയനും പ്രൊഫഷണൽ അഡ്വൈസൊക്കെ എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഏത് സമയത്താണ് ഇപ്പോൾ ഇവരൊന്നും ഇത് പ്രതീക്ഷിച്ചിരുന്നായിരിക്കില്ല ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ പ്രവർത്തനം നിന്നുപോയില്ലേ. അതിൻ്റെ അമരത്തിരിക്കണവരെല്ലാവരും ഡിസ്ക്വാളിഫൈഡ് ആയി. ഇനി എന്ത് ചെയ്യണം? അപ്പോൾ അത് ഒരു വലിയ, അപ്പം എനിക്ക് ഒരു ജനറലായിട്ട് ഇതിൽ പറയാനുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത്, ഈ എൻ്റർപ്രണേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും പുതിയ കമ്പനികളോ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനുകൾ ചെയ്യണവർ അതിൻ്റെ ഈ ലീഗൽ കംപ്ലയൻസുകൾ, നിയമപരമായിട്ട് ചെയ്യേണ്ടിയുള്ള കംപ്ലയൻസുകളെല്ലാം കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിവുള്ള യുക്തമായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യാൻ കഴിവുള്ള പ്രൊഫഷണലുകളുടെ നിന്ന് അഡ്വൈസ് എടുക്കുകയും അതിനനുസരിച്ചിട്ട് ഫയൽ ചെയ്യേണ്ട എല്ലാ റിട്ടേണുകളും, ഒരു റിട്ടേൺ പോലും അൺഇമ്പോർട്ടൻ്റ് അല്ല. സർക്കാർ നമ്മളോട് ഒരു റിട്ടേൺ ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, ആ റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതല്ലാതെ അതിൻ്റെ അകത്ത് പിന്നെ നാളെ നമുക്ക് അതിനൊരു ആംനസ്റ്റി കിട്ടി അല്ലെങ്കിൽ ഇളവ് കിട്ടി എന്നുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മളെ അതൊന്നും രക്ഷിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവണേ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ SNDP യോഗത്തിൻ്റെയും ഈ ഡിസ്ക്വാളിഫിക്കേഷൻ്റെയും ബാക്ക് ഡ്രോപ്പിൽ നിന്നിട്ട് ജനറലി എല്ലാവരോടും കൂടി പറയാനുള്ളത്. ഇപ്പോൾ ഈ വിധിന്യായത്തിൽ കോടതി ആവശ്യപ്പെടുന്നത് ഈ കേസിൽ ഒരു കക്ഷിയായ സർക്കാരിനോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിലെ ഡയറക്ടർമാരെ എല്ലാവരെയും തന്നെ അയോഗ്യരാക്കിയിരിക്കുന്നതുകൊണ്ട് ഡയറക്ടർമാരെ നിയമിക്കാൻ സർക്കാരിനോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണ മട്ടിൽ ഒരു കമ്പനിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ സർക്കാർ തന്നെയാണോ ഇങ്ങനെ ചെയ്യേണ്ടത്? അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ നിലയ്ക്ക് ഇത്തരത്തിലുള്ള എന്തോ ഓർഗനൈസേഷനിൽ ഇഷ്യൂസ് വന്നാലും റിസീവർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ സർക്കാരിനോട് തന്നെ പറഞ്ഞിട്ട്, അതിപ്പോൾ നമ്മൾ ഇത് നടന്നുകൊണ്ടിരുന്ന പബ്ലിക്കിന് എല്ലാവർക്കും സ്റ്റേക്കുള്ള ഓർഗനൈസേഷനുകൾ, എന്തോ ഓർഗനൈസേഷനിലാണെന്നുണ്ടെങ്കിലും സാധാരണ ഇപ്പോൾ നമ്മളൊരു പലതരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടത്തി ഏതെങ്കിലും ഒരു സ്ഥാപനം തകർന്നുപോയി, അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ അതിൽ നിന്ന് പണം കിട്ടേണ്ടവരൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം ജയിലിൽ പോവുകയോ അല്ലെങ്കിൽ ഇല്ലാതെ ആവുകയോ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും സർക്കാരിനോടാണ് ഇതിൻ്റെ കെയർ ടേക്കറായിട്ട് ആരെങ്കിലും കണ്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ പറയാറ്. അത് റിസീവർ ഭരണം എന്നൊക്കെ പറയുന്ന പോലെയുള്ള സംവിധാനമാണ് ഇപ്പോൾ ഇതിൽ ചെയ്യാൻ ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അല്ലാതെ ഇപ്പോൾ യോഗത്തിന് ഇപ്പോൾ പെട്ടെന്ന് ഇത് മീറ്റിംഗ് കൺവീൻ ചെയ്ത് ഇതിനൊരു നടപടിക്രമം ഉണ്ടല്ലോ. ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പ്രത്യേകിച്ച് ഈ SNDP യോഗത്തിൽ പ്രതിനിധി യോഗം അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് ആളെടുക്കുന്നതിനൊക്കെ അവരുടേതായ ബൈലോകളുണ്ട്, ബൈലോയുടെ അകത്ത് ക്ലോസുകളുണ്ട്. അതിനനുസരിച്ചിട്ട് ഇനിയിപ്പോൾ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട്, കാരണം ഈ യോഗം വിളിക്കേണ്ടത് ചിലപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരിക്കും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. അപ്പോൾ ജനറൽ സെക്രട്ടറി ഇല്ല, ജനറൽ സെക്രട്ടറിയുടെ അഭാവത്തിൽ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കും ചെയ്യേണ്ടത്, ജോയിന്റ് സെക്രട്ടറി ഇല്ല. അപ്പോൾ ആ ഒരു ഡെഡ് ലോക്ക് അവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്നത് സർക്കാരിനോട് തൽക്കാലത്തേക്ക് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുത്ത് നടത്താമെന്നുള്ള. അപ്പോൾ അതിന് സാധാരണ ഇതിൽ റിസീവറോ അങ്ങനെ ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു അങ്ങനത്തെ ഒരു അധികാരസ്ഥാനം അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് അവരായിരിക്കും ഇനി ഇതിനൊരു തീർപ്പുണ്ടാവുന്നത് വരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.